ഹക്കിനെ വിളിച്ചു പറയാൻ ഒരുങ്ങുകയാണ് പൊന്നാനിയിൽ ജനിച്ച KV അബൂബക്കർ മാസ്റ്റർ. നിങ്ങളുടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ എന്നെ എത്ര ഭ്രാന്തനാക്കാൻ ശ്രമിച്ചാലും, എത്ര മക്കാറാക്കാൻ ശ്രമിച്ചാലും, എന്റെ ഈ സൂഫി പ്രയാണം, എന്റെ ഈ ഹക്ക് വിളിച്ചു പറയൽ, അത് ഞാൻ തുടരുക തന്നെ ചെയ്യും. എന്റെ ജസദ്, എന്റെ കൽബ്, അത് ഇലാഹായ അല്ലാഹുവിൽ അലിഞ്ഞു ചേരും. പലരും നമ്മളെ മക്കാറാക്കണം, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണം, തുടരും ഞാൻ ഈ പോക്ക്. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. യഥാർത്ഥ മനുഷ്യർക്ക് മനുഷ്യരെ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും. സൂഫി വല്ലാതെ ഒരുപാട് ആളുകളെ, മനുഷ്യന്മാരെ അന്വേഷിച്ച് അലഞ്ഞു, പക്ഷേ എല്ലാം മനുഷ്യരൂപങ്ങൾ മാത്രമായിരുന്നു. മനുഷ്യരൂപങ്ങൾ മാത്രമായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യരല്ല നമുക്ക് വേണ്ടത്. ഇലാഹായ റബ്ബിലേക്ക് എന്റെ കൈ പിടിച്ചാനയിക്കുന്ന ആ പൂർണ്ണമായ മനുഷ്യൻ, അഥവാ മുറബ്ബിയായ ശൈഖിനെ തേടിയുള്ള ഈ യാത്ര. പലരും നമ്മളെ മക്കാറാക്കൺ, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കൺ, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കൺ, തുടരും ഞാൻ ഈ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കൺ, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കൺ, തുടരും ഞാൻ ഈ പോക്ക്. പവിഴ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണേ. ഓ പവിഴ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണേ. പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ. പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ, കണ്ണീർ ചാലുകളാണേ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ കോലംകെട്ടിന്റെ ഈ ലോകത്ത് വിമുഖതയുടെ എത്ര മനോഹരമായിട്ടാണ്, ഈ വിമുഖതയെ എത്ര മനോഹരമായിട്ടാണ് സൂഫി ഇവിടെ അവതരിപ്പിക്കുന്നത്. പവിയ പുറ്റുകളെ പോലെ തോന്നിപ്പിക്കുന്ന പല മനസ്സുകളോടും ഞാൻ അടുത്തുപോകും, പക്ഷേ യഥാർത്ഥത്തിൽ അവർ വിഷം ചീറ്റുന്ന പാമ്പിൻ പുറ്റുകളായിരുന്നു. പനനീർ ചോലകളെ പോലെയുള്ള പല ചോലകളിൽ ഞാൻ ദാഹം തീർത്തു, പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം കണ്ണുനീർ ചോലകൾ മാത്രമായിരുന്നു. പലരും നമ്മളെ മക്കാറാക്കൺ, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ മക്കാറാക്കൺ, പറയും ഞാൻ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കൺ, തുടരും ഞാൻ ഈ പോക്ക്. പവിഴ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണേ. പവിഴ പുറ്റുകളെന്നു നിരീച്ചത് പാമ്പിൻ പുറ്റുകളാണേ. പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ. പനിനീർ ചോലകളെന്നു നിരീച്ചത് കണ്ണീർ ചാലുകളാണേ, കണ്ണീർ ചാലുകളാണേ. പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ, മനുഷ്യനെ തേടി നടന്നു. ഈ ദുനിയാവൊക്കെ നടന്നു, പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ, മനുഷ്യനെ കണ്ടില്ല. പട്ടാപ്പകൽ പട്ടാപ്പകൽ
പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം വിട്ടിപ്പാട്ടും പാടി നടക്കും പട്ടിണി തൻ കോലങ്ങൾ പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം വിട്ടിപ്പാട്ടും പാടി നടക്കും പട്ടിണി തൻ കോലങ്ങൾ കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ ഓ കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ കയ്യിൽ കിത്താബേന്തി നടക്കണ കഴുകന്മാരുണ്ടിവിടെ കഴുകന്മാരുണ്ടിവിടെ കാപട്യം ലോകം ഭരിക്കുന്നതിന്റെ എത്ര ഉദാത്തമായ മാതൃകയാണ് സൂഫി വിവരിക്കുന്നത്. വെട്ടിപ്പാട്ടുകൾ പാടി നടക്കുന്ന പട്ടിണി പാവങ്ങൾ ലോകത്തിന്റെ ദൈവമായിട്ടും കയ്യിൽ കിതാബും മനസ്സിൽ കാപട്യവും കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ശ്രേഷ്ഠരും, ഇവർക്കു പിന്നാലെ ഒരുപാട് വിഡ്ഢികൾ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമുക്ക് ഇലാഹായ റബ്ബിന്റെ മാർഗത്തിൽ അലിയുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇലാഹായ റബ്ബിൽ അലിഞ്ഞു ചേരാ. പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം വിട്ടിപ്പാട്ടും പാടി നടക്കും പട്ടിണി തൻ കോലങ്ങൾ പട്ടണ വീതിയിലൂടെ ഓട്ടോ കാറുകൾ പായും നേരം വിട്ടിപ്പാട്ടും പാടി നടക്കും പട്ടിണി തൻ കോലങ്ങൾ കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ ഓ കണ്ണുമടച്ച് തപസ് ചെയ്യണ വേട്ടക്കാരുണ്ടിവിടെ കയ്യിൽ കിത്താബേന്തി നടക്കും കഴുകന്മാരുണ്ടിവിടെ കയ്യിൽ കിത്താബേന്തി നടക്കും കഴുകന്മാരുണ്ടിവിടെ കഴുകന്മാരുണ്ടിവിടെ പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.